ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 2-ാം അധ്യായം. വിതുര ഉവാച. ഭവേശീലവതാം ശ്രേഷ്ഠേ ദക്ഷോ ദുഹൃദ്രുവത്സലഃ വിദ്വേഷമകരോത്കസ്മാത് അനാദൃത്യാത്മജാം സതീം. വിതുരർ ചോദിച്ചു, ഭഗവാൻ ശ്രീശിവൻ സൗശല്യാദി മഹാകല്യാണ ഗുണങ്ങളുള്ള പുരുഷന്മാരിൽ വെച്ച് ശ്രേഷ്ഠൻ. ദക്ഷനോ പുത്രിയിൽ ഏറ്റവും വാത്സല്യമുള്ള മഹാൻ. അങ്ങനെയിരിക്കെ ദക്ഷൻ ഔരസപുത്രിയായ സതീദേവിയെ ആദരിക്കാതെ ശിവനിൽ വിരോധത്തെ പ്രകാശിപ്പിക്കുവാൻ എന്താണ് കാരണം? കസ്തം ചരാചരഗുരും നിർവൈരം ശാന്തവിഗ്രഹം ആത്മാരാമം കഥം ദ്വേഷ്ടി ജഗതോ ദൈവതം മഹത്. ശ്രീ ശിവൻ ശാന്തി തന്നെ സ്വരൂപത്തെ ധരിച്ച് അവതരിച്ചിരിക്കുന്ന ദേവനാകയാൽ സ്വതേ തന്നെ ആരിലും വൈരമുള്ളവനല്ല. വിഷയാതീതനും ആത്മാരാമനുമാകയാൽ സുഖവിഷയങ്ങളെ പ്രാപിപ്പാനുള്ള ആഗ്രഹവും ഇല്ലാത്തതുകൊണ്ട് കലഹത്തിന് കാരണം കാണുന്നില്ല. എന്നു മാത്രമല്ല, സർവചരാചരങ്ങളെയും മര്യാദയിൽ പ്രവർത്തിപ്പിക്കുന്ന പരമഗുരുവായിരിക്കുന്ന ശ്രീശിവൻ സർവപൂജ്യനും അതിനാൽ തന്നെ ലോകത്തിൻ്റെ മഹത്തായ ദൈവവുമായിരിക്കെ ദക്ഷപ്രജാപതി ആ ദേവനെ എങ്ങനെ ദ്വേഷിച്ചു? ഏതദാഖ്യാഹി മേ ബ്രഹ്മൻ ജാമാദുശ്വശുരസ്യജ വിദ്വേഷസ്തു യദ പ്രാണാം തത്യജേതുസ്ത്യജാൻ സതി. എല്ലാം അറിഞ്ഞിരിക്കുന്ന ഹേ ഭഗവൻ, പുത്രിയുടെ ഭർത്താവായ ശിവനും ഭാര്യയുടെ പിതാവായ ദക്ഷപ്രജാപതിക്കും തമ്മിലുള്ള ഈ മത്സരമാകട്ടെ ലോകനിന്ദ്യമായിരിക്കുന്നില്ലയോ? അതുമാത്രമല്ല, വൈരം സാമാന്യമായതുമല്ല, അതികഠോരം. എന്തുകൊണ്ടെന്നാൽ സർവോപരിയായിട്ട് സകലരും സ്നേഹിക്കുന്ന പ്രാണനെ പരമപതിവ്രതയും പൂജ്യവുമായ സതീദേവി അതുനിമിത്തമല്ലയോ ഉപേക്ഷിച്ചത്? അതുകൊണ്ട് മത്സരത്തിന് കാരണമെന്താണെന്ന് അങ്ങ് അരുളി ചെയ്യണം. മൈത്രേയ ഉവാച. പുരാവിശ്യസൃജാം സത്രേ സമേധാ പരമർഷയഃ തദാമരഗണാ സർവേ സാനുഗാ മുനയോഗ്നയഃ. മൈത്രേയർ പറഞ്ഞു, കർമ്മം നടത്തുന്ന ആചാര്യന്മാരായ ഋത്വിക്കുകൾ മുതലായവർ അവരുടെ ഗുണപ്രാധാന്യത്തെ വിചാരിക്കാതെ ഞാൻ മുമ്പിൽ എന്നുള്ള ഉത്സാഹവും ശ്രദ്ധയും വഹിച്ചുകൊണ്ടും എല്ലാവരും വിശേഷഭാഗം കൂടാതെ ബലം അനുഭവിക്കുന്നവരുമായിട്ട് ഏതൊരു വിധമായ കർമ്മം നടത്തുന്നുവോ ആ മഹത്തായ യാഗത്തിന് സത്രം എന്നാണ് പേർ. സ്വായംഭുവ മന്വന്തരം എന്ന് പറയപ്പെടുന്ന 1-ാമത്തെ കൽപ്പത്തിൽ ലോകാഭിവൃദ്ധിക്ക് കാരണഭൂതന്മാരായ മരീചി മുതലായ പ്രജാപതികൾ ഒത്തുചേർന്ന് നടത്തിയ മുൻപറഞ്ഞ സത്രത്തിൽ വസിഷ്ഠ നാരദാദികളായ പ്രസിദ്ധന്മാരായ ഋഷികളും അവരുടെ ഒരുമിച്ചുള്ള മറ്റു മുനിമാരും ഉപദേവന്മാരോടും കൂടിയ ഇന്ദ്രാദി ദേവന്മാരും അഗ്നിഭിമാന ദേവതകളെന്ന് മുമ്പ് പറഞ്ഞിട്ടുള്ള അഗ്നികളും എല്ലാപേരും ഒന്നിച്ചു ചേർന്നിരുന്നു. തത്ര പ്രവൃഷ്ട ഋഷയോ ദൃഷ്ട്വാർക്കമിവരോജിഷ വ്രാജമാനം വിധിമിരം കുർവന്തൻ തന്മഹസ്സദഃ ഉദതിഷ്ഠൻ സദസ്യാസ്തേ സ്വദിഷ്ണേഭ്യഃ സഹാഗ്നയഃ ഹൃദേ വിരിഞ്ചം ശർവം ച തദ്ഭാസാക്ഷിപ്തചേതസഃ സദസസ്പതിഭിർദക്ഷോ ഭഗവാൻ സാധു സത്കൃതഃ അജം ലോകഗുരും നത്വാ നിഷസാദ തദാജ്ഞയാ. ആ സദസ്സിൽ ബ്രഹ്മപുത്രനായ ദക്ഷപ്രജാപതി പ്രവേശിച്ചു. അദ്ദേഹത്തിൻ്റെ കാന്തിവിശേഷം ആ സദസ്സിനെ സൂര്യതേജസ് ദിക്കുകളെ എന്ന പോലെ ഉജ്ജ്വലിപ്പിച്ചു. സദസ്സിലുള്ളവരിൽ ബ്രഹ്മാവും ശ്രീ ശിവനും ഒഴികെയുള്ള മറ്റുള്ളവരുടെ മനസ്സുകൾ ദക്ഷകാന്തിയാൽ ചലിപ്പിക്കപ്പെട്ടപ്പോൾ അവരെല്ലാവരും അഗ്നിഭിമാനികളായ ദേവന്മാരും അവരവരുടെ ഇരിപ്പിടങ്ങളിൽ നിന്ന് ഒന്നായി എഴുന്നേറ്റ് നിന്നു. ഐശ്വര്യനിധിയായ ദക്ഷനാകട്ടെ സദസ്സിലുള്ളവരാൽ വേണ്ടതുപോലെ സൽക്കരിക്കപ്പെട്ട ഉടനെ ലോകനാഥനായ ബ്രഹ്മാവിനെ നമസ്കരിച്ച് ബ്രഹ്മാജ്ഞപ്രകാരം ഉചിതമായ ആസനത്തിലിരുന്നു. പ്രാങ്നിഷണ്ണം മൃഡം ദൃഷ്ട്വാ നാമൃഷ്യത്തദനാദൃതഃ ഉവാച വാമം ചക്ഷുർഭ്യാം അഭിവീക്ഷ്യ ദഹന്നിവ. തൻ്റെ വരവിന് മുമ്പായിരിക്കുന്ന നിലയിൽ തന്നെ ശിവനിരിക്കുന്നു. ഉത്താനാദികൾ ചെയ്ത് തന്നെ ആദരിച്ചിട്ടില്ല. ഈ നില കണ്ടപ്പോൾ ദക്ഷൻ്റെ സഹനശക്തി നശിച്ചു. ദഹിപ്പിക്കുവാൻ ഭാവിക്കുന്നത് പോലെ പുരുകങ്ങളെ വളച്ചുകൊണ്ട് ശിവനെയും സദസ്സിൻ്റെ 4 ഭാഗത്തേക്കും നോക്കി ഇപ്രകാരം പറഞ്ഞു.
ശ്രൂയതാം ബ്രഹ്മർഷയോ മേ സഹദേവാ സഹാഗ്നയഃ സാധൂനാം ബ്രുവതോ വൃത്തം നാജ്ഞാനാന്ന ച മത്സരാത്. ഇന്ദ്രാദി ദേവന്മാരോടും അഗ്ന്യഭിമാനികളായ ദേവതകളോടും കൂടെ ഇരിക്കുന്ന ബ്രഹ്മർഷികളെ, സാധുജന മര്യാദയെപ്പറ്റി ഞാൻ പറയുന്നതിനെ നിങ്ങൾ സാവധാനം കേൾക്കണം. സമ്മോഹം കൊണ്ടോ മത്സരം കൊണ്ടോ പറയുന്നതല്ല. യഥാർത്ഥമായിരിക്കുന്ന സജ്ജന മര്യാദയെ പറയുക മാത്രമാണ്. നിങ്ങളിത് കേൾക്കണം. കേൾപ്പാനുള്ള അധികാരം അധികം അറിവുള്ളവർക്കാണല്ലോ. അതുകൊണ്ടാണ് ബ്രഹ്മർഷികൾക്ക് പ്രാധാന്യം നൽകിയത്. ഭോഗലോലുപന്മാരായ ദേവന്മാരും കർമാഭിമാനികളായ അഗ്നിദേവന്മാരും വ്യാകുല ചിത്തന്മാരായിരിക്കും. അതിനാൽ അവർക്ക് രണ്ടാമതായിട്ടേ ശ്രവണാധികാരമുള്ളൂ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ദേഹാഭിമാനം ആരെയും അധപ്പതിപ്പിക്കുമെന്ന സാരത്തെയാണ് ഇവിടെ പ്രതിപാദിപ്പാൻ പോകുന്നത്. ഇതിൽ മനസ്സിരുത്തേണ്ടത് അത്യാവശ്യമാണ്. അയം തു ലോകപാലാനാം യശോഗ്നോ നിരപത്രഭഃ സദ്ഭിരാചരിത പന്ഥ ഏന സ്തബ്ധേന ദൂഷിതഃ. ദേഹാഭിമാനം നിമിത്തം സ്വാഹങ്കാരത്തെ സൂചിപ്പിച്ചുകൊണ്ട് അജ്ഞാനമോ മത്സരമോ നിമിത്തമല്ല പറയുന്നതെന്ന് ദക്ഷൻ ആദ്യം പറഞ്ഞിരുന്നാലും അത് സത്യമല്ല. ശിവമാഹാത്മ്യം അറിവാനുള്ള യോഗ്യത തനിക്കില്ലെന്നു തന്നെ പ്രകാശിപ്പിച്ചുകൊണ്ട് ശിവനെ ദുഷിച്ചിരിക്കുന്നു. എങ്കിലും ശിവൻ്റെ ശക്തിയംശമായിരിക്കുന്ന വാഗ്ദേവതയാകട്ടെ ദക്ഷൻ അറിയാതെ തന്നെ ശിവമാഹാത്മ്യത്തെ പ്രകാശിപ്പിച്ചിരുന്നു. ഇന്ദ്രാദി ലോകപാലന്മാരുടെ കീർത്തിയെ നിസ്സാരമാക്കി തീർക്കുവാൻ തക്ക വൈഭവമുള്ളവനാകുന്നു. അതുകൊണ്ടാണ് ദിക്പാലന്മാരെ പോലെ ഉത്താനാദികളായ ഉപചാരത്തെ ചെയ്യാത്തത്. ഒരു സദസ്സിലുള്ള മാന്യന്മാർ ചെയ്യുന്ന മര്യാദയെ അതിക്രമിക്കുന്നത് ലജ്ജാകരമല്ലേ? ഇദ്ദേഹം ലോകസാമാന്യന്മാരുടെ നിലയിൽ മനസ്സങ്കോചരൂപമായ ലജ്ജാതി വികാരങ്ങളുള്ളവനല്ല, നിത്യാനന്ദ സ്വരൂപനാകുന്നു. അതുകൊണ്ട് സാധാരണ ലോകം ആചരിക്കുന്ന വിധി നിഷേധരൂപമായ കർമ്മത്തിനടിമപ്പെട്ടിരിക്കുന്നില്ല. ആനന്ദമാത്രമായിരിക്കുന്നതിനാൽ സ്തബ്ധനാകുന്നു, നിശ്ചേഷ്ടനാകുന്നു. ജീവൻ അപൂർണമാകയാൽ ചലിക്കുന്നു, ബ്രഹ്മമാകട്ടെ പൂർണ്ണമാകയാൽ ചലനാദി വികാരമറ്റിരിക്കുന്നു. ലോകാതീതമായും എങ്ങും വ്യാപിച്ചുമിരിക്കുന്നു എന്നാണ് വേദവാക്യാർത്ഥം. അതിനാൽ സാധാരണ ദിക്പാലാദികളായ സദസ്യന്മാരുടെ നിലയിൽ ഉത്താനാദ്യുപചാരം ശിവൻ ചെയ്യേണ്ടതായിരിക്കുന്നില്ല. ഇത് സ്തുതിരൂപമായ അർത്ഥം അപ്രകൃതമാകുന്നു. പ്രകൃതോചിതമായ അർത്ഥം നിന്ദ തന്നെ. ഏഷമേ ശിഷ്യതാം പ്രാപ്തോ എന്മേ ദുഹിതുരഗ്രഹീത് പാണിം വിപ്രാഗ്നിമുഖദഃ സാവിത്ര ഇവ സാധുവത്. ഈ മഹാദേവൻ ലോകരീതിയെ അനുസരിച്ച് പരിശുദ്ധയായ എൻ്റെ പുത്രിയുടെ പാണിഗ്രഹണം ചെയ്തിരിക്കുന്നുവെങ്കിലും എൻ്റെ ശിഷ്യതയെ പ്രാപിച്ചിരിക്കുന്നില്ല. എനിക്ക് വന്ധ്യനായി തന്നെ ഇരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ സാധാരണ ലോകരീതിയിലുള്ള ഒരു സാധുവിൻ്റെ നിലയല്ല ഇദ്ദേഹത്തിനുള്ളത്. പിന്നെയോ ഈശ്വരത്വം സ്വതസിദ്ധമാകുന്നു. അതിനാൽ പുത്രിയുടെ വല്ലഭൻ പിതാവിൽ പ്രകാശിപ്പിക്കേണ്ടതായ വിനയോപചാരാദികൾ കാണിപ്പാൻ അവകാശപ്പെട്ടിരിക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തെ വന്ദിക്കുകയാണ് വേണ്ടത് എന്ന് സിദ്ധിക്കുന്നു. ഗൃഹീത്വാ മൃഗശാഭാക്ഷ്യാഃ പാണിം മർക്കടലോചനഃ പ്രത്യുത്താനാഭിവാദാർഹേ വാചാപ്യകൃതനോചിതം. നേത്രാദി സകല അവയവങ്ങളിലും ഒരുപോലെ സൗന്ദര്യവതിയായ എൻ്റെ പുത്രിയുടെ പാണിഗ്രഹം ചെയ്യുവാനുള്ള സൗന്ദര്യാദി ഗുണങ്ങളില്ലാത്ത ഈ മർക്കടലോചനൻ സാധുമാർഗത്തെ പ്രകാശിപ്പിച്ച് കല്യാണം ചെയ്തു. പത്നിയുടെ പിതാവായ എൻ്റെ ആഗമനത്തിൽ എന്നെ എതിരേൽക്കുവാനും നമസ്കരിപ്പാനും അവകാശിയായിരിക്കെ ഇരുന്ന ദിക്കിൽ നിന്ന് എഴുന്നേൽക്കാതെ വാക്കുകൊണ്ടെങ്കിലും ഉചിതമായ സൽക്കാരം ചെയ്തില്ല. ഇത് കേവലം കൃതജ്ഞതയല്ലേ? ലുപ്തക്രിയായാശുജയേ മാനിനെ ഭിന്നസേതവേ അനിച്ചന്ന പദ്യാം ബാലാം ശൂദ്രായേവോഷധീം ഗിരം. വേദോക്തങ്ങളായ ഗൃഹധർമ്മങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഭ്രഷ്ടതുല്യനായതിനാൽ അശുദ്ധനും അഭിമാനിയും ലോകമര്യാദയെ അതിക്രമിച്ചവനുമായ ഇവന്, ശൂദ്രന്, വേദത്തെ എന്ന പോലെ എൻ്റെ പുത്രിയെ ഞാൻ നൽകിയത് അബദ്ധമായിപ്പോയി. കൊടുപ്പാൻ എനിക്ക് ഇച്ഛയുണ്ടായിരുന്നില്ല. ബ്രഹ്മദേവൻ പ്രേരിപ്പിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. പ്രേതാവാസേഷു ഘോരേഷു പ്രേതൈർഭൂതഗണൈർമൃതഃ അടത്യുന്മത്തവന്നഗ്നോ യുക്തകേശോ ഹസൻരുദൻ. പ്രേതങ്ങൾ വസിക്കുന്ന ഭയങ്കര സ്ഥാനങ്ങളിൽ ഭൂതപ്രേത ഗണങ്ങളോട് ചേർന്നും തലമുടി അഴിച്ചിട്ടും വസ്ത്രം ധരിക്കാതെയും
ഭ്രാന്തനെപ്പോലെ ചിരിച്ചും കരഞ്ഞും കൊണ്ട് സഞ്ചരിക്കുന്നു. ചിതാഭസ്മകൃതസ്നാന പ്രേതസ്രഗ്നരസ്തിഭൂഷണഃ ശിവാപദേശോ ഹ്യശിവോ മത്തോ മത്തജനപ്രിയഃ പതിപ്രമദഭൂതാനാം തമോമാത്രാത്മകാത്മനാം. ചുടൽഭസ്മത്തെ ശരീരത്തിൽ ആപാദചൂടം ധരിക്കുന്നു. പ്രേതങ്ങളെ മാലയായിട്ടും മനുഷ്യരുടെ അസ്ഥികളെ ആഭരണമായിട്ടും ഉപയോഗിക്കുന്നു. ശിവൻ എന്നു പേര് മാത്രമേയുള്ളൂ. ആചാരത്താൽ അമംഗളനായിരിക്കുന്നു. സ്വതേ മതിച്ചും അതുപോലെ മതിച്ചവരിൽ പ്രിയത്തോടുകൂടിയും ഇരിക്കുന്നു. തമോ ഗുണപ്രധാനമായ മനസ്സോടു കൂടിയിരിക്കുന്ന പ്രമദങ്ങളുടെയും ഭൂതങ്ങളുടെയും പാലകനുമാകുന്നു. തസ്മാ ഉന്മാദനാദായ നഷ്ടശൗചായ ദുർഹൃദേ ദത്താപദമയാ സാധ്യേ ചോദിതേ പരമേഷ്ഠിന. ഉന്മാദത്തെ ജനിപ്പിക്കുന്ന ഭൂതങ്ങളുടെ നാഥനും ശൗചഹീനനും ഹൃദയശുദ്ധി ഇല്ലാത്തവനുമായ അവനായിക്കൊണ്ട് ലോകനാഥനായ ബ്രഹ്മദേവൻ്റെ പ്രേരണ നിമിത്തം എൻ്റെ സാധുശീലയായ പുത്രിയെ ഞാൻ നൽകി. അത് വളരെ കഷ്ടമായി ഭവിച്ചു. അയോഗ്യന് പുത്രിയെ നൽകിയ ബലം എനിക്ക് തന്നെ അനുഭവപ്പെട്ടു. മൈത്രേയ ഉവാച വിനിന്ദ്യൈവം സഗിരിശം അപ്രദീപമവസ്ഥിതം ദക്ഷോതാപ ഉപസ്പൃശ്യ ക്രുദ്ധശബ്ദം പ്രചക്രമേ. മൈത്രേയർ പറഞ്ഞു, ഇത്രത്തോളം നിന്ദിക്കുന്നതിനെ കേട്ടിട്ടും പ്രതികൂലമായ ഒന്നും പ്രവർത്തിക്കാതെ സ്വാത്മാരാമനായി തന്നെ ഇരിക്കുന്ന ശിവനെ മേൽപ്പറഞ്ഞ വിധം അധിക്ഷേപിച്ചിട്ടും ക്രോധം ശമിക്കാതിരുന്ന ദക്ഷൻ ഉടനെ ജലമെടുത്തു പാദക്ഷാളനാദികൾ ചെയ്ത ശേഷം ശപിക്കുവാൻ ആരംഭിച്ചു. വൈരത്തിന് സ്ഥൈര്യം വന്നാൽ മാത്രമേ ദക്ഷൻ ഇപ്പോഴുള്ള അഭിമാനം തീരെ നശിച്ച് പരിശുദ്ധനാവാൻ സംഗതി വരികയുള്ളൂ. അതിനാൽ അന്തര്യാമിയായ ഭഗവാൻ വീണ്ടും ദക്ഷനെ പ്രേരിപ്പിച്ചതിനാൽ സർവേശ്വരനായ ഭഗവാനെ ശപിക്കുവാൻ ഒരുങ്ങി ക്രോധിച്ചവൻ എന്തു തന്നെ ചെയ്യുകയില്ല എന്ന് കാണിക്കുന്നു. അയം തു ദേവയജന ഇന്ദ്രോപേന്ദ്രാദിഭിർഭവഃ സഹഭാഗം നലഭതാം ദേവേർദേവഗണാദമഃ. സദാചാരഭ്രഷ്ടനായതിനാൽ ദേവസമൂഹത്തിൽ വെച്ച് നികൃഷ്ടനായ ഈ ശിവനാകട്ടെ യാഗത്തിൽ ഇന്ദ്രാദി ദേവന്മാരോടുകൂടെ ഭാഗം പ്രാപിക്കാതിരിക്കട്ടെ. ശിവൻ ദേവസമൂഹങ്ങളിൽ ഉത്തമനായതുകൊണ്ട് സർവ്വസാധാരണ ദേവസമൂഹങ്ങളോടൊരുമിച്ച് യാഗഭാഗം സ്വീകരിക്കുകയല്ല വേണ്ടത്. സാമാന്യ ദേവന്മാരെല്ലാം അനുഭവിച്ചതിനു ശേഷം പ്രത്യേകമായ പൂജ്യസ്ഥാനത്തിൽ യാഗഭാഗം സ്വീകരിക്കുമാറാകട്ടെ. ഭൃത്യന്മാരെയെല്ലാം തൃപ്തിപ്പെടുത്തിയ ശേഷമേ സ്വാമി അനുഭവിച്ചു കൂടൂ എന്നുള്ള വിധിയെ അനുസരിച്ച് സർവസ്വാമിയായ ശ്രീ ശിവൻ ഒടുവിൽ യാഗഭാഗം സമർപ്പിക്കണമെന്ന് സ്തുതിപക്ഷാർത്ഥം. നിഷിധ്യമാനസ്സ സദസ്യ മുഖ്യേർ ദക്ഷോ ഗിരിത്രായ വിസൃജ്യ ശാപം തസ്മാദി നിഷ്ക്രമ്യ വിവൃദ്ധമന്യുർ ജഘാമ കൗരവ്യ നിജം നികേതനം. ഹേ വിതുര, പൂജ്യനായ ശിവനെ നിന്ദിക്കുന്നതും ശപിക്കുന്നതും സജ്ജനസമ്മതമല്ലാത്തതിനാൽ സദസ്സിലുള്ള മഹാന്മാരെല്ലാവരും ദക്ഷനെ വിരോധിച്ചു. എങ്കിലും ക്രോധത്താൽ വിചാരശക്തി നശിച്ചിരിക്കുന്ന ആ ദക്ഷൻ ശിവനെ നിന്ദിക്കുകയും ശപിക്കുകയും ചെയ്ത ശേഷം മഹാസദസ്സിൻ്റെ അനിഷ്ടത്തെ ശങ്കിച്ചിട്ട് പിന്നെ അവിടെ ഇരുന്നില്ല. ആ സ്ഥാനത്തെ ഉപേക്ഷിച്ച് പുറപ്പെട്ടുപോയി നിജഭവനത്തെ പ്രാപിച്ചു. വിജ്ഞായ ശാപം ഗിരിശാനുഗ്രഹണീർ നന്ദീശ്വര രോഷകഷായ ദൂഷിതഃ ദക്ഷായ ശാപം വിസസർജ്യദാരുണം ഏച്ചാന്യമോദം സ്തതവാച്യതാം ദ്വിജാഃ. ഇപ്പോഴും ശിവൻ ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടപ്പോൾ ശിവസേവകന്മാരിൽ മുഖ്യനായ നന്ദീശ്വരന് സഹിക്കവയ്യാത്ത വിധം ക്രോധം ഉജ്ജ്വലിച്ചു. പുരികങ്ങളുടെ ഇളക്കം, ഓഷ്ടങ്ങളുടെ സ്ഫുരണം മുതലായ വികാരങ്ങൾ മുഖത്തിൽ സ്ഫുരിച്ചു. ദക്ഷനെയും ദക്ഷൻ നിന്ദിച്ചതും ശപിച്ചതും അനുമോദിച്ചിരുന്ന ദ്വിജന്മാരെയും ഘോരമായി പ്രതിശപിച്ചു. യേതന്മർത്യമുദ്ദിശ്യ ഭഗവത്യ പ്രതിദ്രുഹി ദ്രുഹിത്യജ്ഞ പൃഥക് ദൃഷ്ടി തത്വതോ വിമുഖോ ഭവേത്. സർവത്ര സമസ്വഭാവനും ജ്ഞാനസ്വരൂപനുമാകയാൽ യാതൊരു ഭഗവാൻ തന്നെ നിന്ദിക്കുകയും ശപിക്കുകയും ചെയ്തവനിൽ കൂടെ ദ്രോഹം ഏൽപ്പിക്കാതിരിക്കുന്നുവോ ആ ദേവനെ ദ്രോഹിച്ച ഭേദബുദ്ധിയോടുകൂടിയ ആ അജ്ഞന് പരമാർത്ഥജ്ഞാനം സംഭവിക്കാതിരിക്കട്ടെ. ഗൃഹേഷു കൂടധർമ്മേഷു സക്തോ ഗ്രാമ്യസുഖേച്ഛയാ കർമ്മതന്ത്രം വിധനുതാം വേദവാദവിബന്നദീഹി. കാപട്യപ്രധാനങ്ങളായ ഗൃഹധർമ്മങ്ങളിൽ ആസക്തി ബലമായി ഉറക്കട്ടെ. വിഷയസുഖങ്ങളിൽ ആഗ്രഹത്തോടുകൂടെ ബലാഭിസന്ധിപൂർവം കർമ്മങ്ങൾ ചെയ്യട്ടെ.
വേദവാക്യങ്ങളുടെ ശരിയായ അർത്ഥം ബുദ്ധിയിൽ പ്രകാശിക്കാതിരിക്കട്ടെ. ബുദ്ധ്യ പരാവിദ്യായിന വിസ്മൃതാത്മഗതി പശു സ്ത്രീകാമസോസ്ത്വിതിതരാം ദക്ഷോപസ്തമുഖോജിരാത്. ദക്ഷൻ ആത്മാവല്ലാതെ അന്യമായിരിക്കുന്ന ശരീരത്തിൽ ആത്മാവെന്നുള്ള ഭാവം നിരന്തരമുള്ളവനായിട്ട് ആത്മസ്വരൂപത്തെ അറിയാത്തവനും പശുപ്രായനുമായി ഭവിക്കട്ടെ. സ്ത്രീസുഖത്തിൽ അത്യാഗ്രഹമുള്ളവനും ആടിൻ്റെ മുഖത്തിനു തുല്യമായ മുഖത്തോടു കൂടിയവനുമായി ഭവിക്കട്ടെ. തത്വജ്ഞാനവും അതിനുപകരിക്കുന്ന വിഷയവൈരാഗ്യം, സാധുസംഗം മുതലായവയും ഉണ്ടാകാതിരിക്കട്ടെ. ദേഹാഭിമാനവും തന്നിമിത്തം ആത്മവിസ്മൃതിയും അത്യന്തം സ്ത്രീ വിഷയാസക്തിയും തന്നിമിത്തം പശു സമാനതയും ഭവിക്കട്ടെ. ബസ്തമുഖനാകട്ടെ. ഇങ്ങനെ ദക്ഷന് 3 ശാപം നന്ദീശ്വരൻ കൊടുത്തു. വിദ്യാബുദ്ധിരവിദ്യായാം കർമ്മമയ്യാമസൗ ജഡഃ സംസരന്ദ്വിഹയേ ചാമും അനുശർവാവമാനിനാം. ബസ്തമുഖനാവാനുള്ള കാരണത്തെ കാണിക്കുന്നു. ധനധാന്യാദികളായ വിഷയഭോഗങ്ങളെ അഭിവൃദ്ധിപ്പെടുത്താൻ ഉപകരിക്കുന്ന കർമ്മങ്ങളെ പ്രമാണത്വേന നിശ്ചയിച്ചിരിക്കുന്ന അവിദ്യയിൽ തന്നെ വിദ്യാബുദ്ധിയോടുകൂടിയ ഈ ദക്ഷൻ കേവലം ജഡനാകുന്നു. അതിനാൽ ഇവൻ ബസ്തമുഖനായി ഭവിക്കട്ടെ. ഇനി ദക്ഷപക്ഷത്തെ അവലംബിച്ച ദ്വിജന്മാരെ ശപിക്കുന്നു. സർവസുഖത്തെയും ഭക്തന്മാർക്കായി നൽകുന്ന ശ്രീ ശിവനെ അവമാനിച്ച ദക്ഷനെ യാതൊരു ദ്വിജന്മാർ അനുമോദിച്ചുവോ അവരും തത്വമറിയാത്തവരായിട്ട് ഈ ലോകത്തിൽ ജനനമരണ ക്ലേശങ്ങളെ തുടർച്ചയായി അനുഭവിക്കട്ടെ. ഗിരശ്രുതായ പുഷ്പിണ്യ മധുഗന്ധേന ഭൂരിണ മദ്നാചോന്മദിതാത്മാനഃ സമ്മുഹ്യന്തു ഹരദ്വിഷഃ. ശിവദ്വേഷികളായ ദ്വിജന്മാർക്ക് വേദത്തിൻ്റെ സാരം പ്രകാശിക്കാതിരിക്കട്ടെ. ഗുരുമുഖത്തിൽ നിന്ന് കേൾക്കുന്ന വേദവാക്യങ്ങളിൽ കാണുന്ന സ്വർഗാദി ലോകപ്രാപ്തി രൂപമായിരിക്കുന്ന പുഷ്പങ്ങളിൽ ബലബുദ്ധിയുള്ളവരായി ഭവിക്കട്ടെ. അമൃതപാനം സിദ്ധിക്കും, അമരന്മാരായി ഭവിക്കും എന്നിങ്ങനെ പറയുന്ന വാക്യങ്ങളിൽ യാതൊരു കർമ്മങ്ങളെ ചെയ്യുവാനായി വേദം ഉപദേശിക്കുന്നുവോ ആ കർമ്മങ്ങളുടെ ഫലം സ്വർഗലോകപ്രാപ്തി തന്നെ എന്നുള്ള ബുദ്ധി ഉറച്ചു വരട്ടെ. യാഗാദി കർമ്മങ്ങളെ ബലകാംക്ഷ കൂടാതെ ഈശ്വരാർപ്പണ ബുദ്ധിയ ചെയ്താൽ മാത്രമേ ഈശ്വരപ്രസാദവും തദ്വാര തത്വബോധവും ഉണ്ടാവുകയുള്ളൂ എന്ന് ധരിപ്പാനുള്ള യോഗ്യത ശിവദ്വേഷികളുടെ ബുദ്ധിക്കില്ലാതെയാകട്ടെ. പുഷ്പസ്ഥാനീയങ്ങളായ സ്വർഗാദിഫലങ്ങളെ ഘോഷിക്കുന്നതായ മധുരവാക്യത്താൽ അവരുടെ ബുദ്ധിക്ക് ക്ഷോഭം ജനിക്കട്ടെ. മദ്യപാനം ചെയ്തവൻ ലഹരി നിമിത്തം ശരിയായ കാര്യം ധരിപ്പാൻ അശക്തനായി വരുന്നതുപോലെ ജനനമരണങ്ങൾക്ക് കാരണമായിരിക്കുന്ന സ്വർഗാദി ഭോഗങ്ങളെ സമ്പാദിപ്പാൻ ഉപകരിക്കുന്ന മാർഗങ്ങളിൽ തന്നെ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കട്ടെ. സർവഭക്ഷാദ്യുജാവൃത്യൈ ധൃതവിദ്യ തപോവ്രതാഃ വിത്തദേഹേന്ദ്രിയാ രാമ യാചക വിചരന്തിഹ. ശിവനിന്ദയെ അനുമോദിച്ച ദ്വിജന്മാർ ഉപജീവനത്തിനു വേണ്ടി വിദ്യ, തപസ്, വ്രതം എന്നിവയെ ആചരിക്കുന്നവരും വർജ്യാവർജ്യ വിചാരം കൂടാതെ എല്ലാം ഭക്ഷിക്കുന്നവരും ധനം സമ്പാദിപ്പാനും ദേഹത്തെ പോഷിപ്പിക്കുവാനും ഇന്ദ്രിയങ്ങളെ ലാളിപ്പാനുമായിട്ട് യാചകന്മാരായിട്ട് ഈ ലോകത്തിൽ സഞ്ചരിക്കുമാറാകട്ടെ. തസ്യൈവം വദത ശാപം ശ്രുത്വാ ദ്വിജകുലായ വൈ ഭൃഗുപ്രത്യസൃജച്ചാപം ബ്രഹ്മദണ്ഡം ദുരത്യയം. ഇപ്രകാരം ബ്രാഹ്മണരെ നന്ദീശ്വരൻ ശപിക്കുന്നതിനെ കേട്ടിരുന്ന ഭൃഗുവിന് സഹിക്കവയ്യാതെ ആയതിനാൽ ഉല്ലംഘിപ്പാൻ സാധിക്കാത്തതും ബ്രഹ്മദണ്ഡം എന്ന് പറയപ്പെടുന്നതുമായ ശാപത്തെ ശിവപക്ഷപാതികളിലും ഏൽപ്പിച്ചു. ഭവവ്രതധരായേച ഏച താൻ സമനുവ്രതാഃ പാകണ്ഡിനസ്തേ ഭവന്തു സച്ചാസ്ത്രപരിപന്തിനഃ. യാതൊരുത്തർ ശിവവ്രതം അനുഷ്ഠിക്കുന്നുവോ അവരെ ആരനുസരിക്കുന്നുവോ അവർ 2 കൂട്ടരും വേദശാസ്ത്രങ്ങളിൽ പറയുന്ന സന്മാർഗങ്ങളെ വിരോധിക്കുന്ന പാകണ്ഡന്മാരായി ഭവിക്കട്ടെ. നഷ്ടശൗചമൂഢധിയോ ജഡാഭസ്മാസ്ഥിതാരിണഃ വിശന്തു ശിവദീക്ഷായാം എത്ര ദൈവം സുരാസവം. ശുദ്ധിയില്ലാത്തവരും ന്യായാന്യായത്തെ വേർതിരിച്ചറിയുവാനുള്ള ബുദ്ധിശക്തിയില്ലാത്തവരും ജഡാഭസ്മം, അസ്ഥി എന്നിവയെ ധരിക്കുന്നവരുമായിട്ട് ശിവദീക്ഷ എന്നു പറയപ്പെടുന്ന വ്രതത്തെ അനുസരിക്കുന്നവരായി ഭവിക്കട്ടെ. അതിൽ ഗൗഡി, പൈഷ്ടി, മാധ്വി എന്നു പറയപ്പെടുന്ന സുരയും തെങ്ങ്, പന എന്നിവയിൽ നിന്നെടുക്കുന്ന ആസവവും പ്രധാന നൈവേദ്യമായി കൽപ്പിക്കപ്പെടുന്നു. ബ്രഹ്മജ ബ്രാഹ്മണാം ചൈവ യദ്യൂയം പരിനിന്ദത
സേതും വിതാരണം പുംസാം മതപ്പാകണ്ഡമാശ്രിതാഹ. മനുഷ്യർക്ക് വർണ്ണാശ്രമോചിത വ്യാപാരങ്ങളെ ഉപദേശിച്ചു സന്മാർഗത്തെ നിലനിർത്തുവാൻ ഉപകരിക്കുന്ന വേദമാർഗത്തെയും ആ വേദമാർഗത്തെ നന്നായി അറിയുന്ന ബ്രാഹ്മണരെയും ഏറ്റവും നിന്ദിച്ച നിങ്ങൾ പാകണ്ഡത്തെ ആശ്രയിച്ചവരായിരിക്കുന്നു. ഏഷയേവ ഹി ലോകാനാം ശിവപന്ഥ സനാതനഃ യം പൂർവേ ചാനുസന്തസ് യത്പ്രമാണം ജനാർദ്ദനഃ. യാതൊരു വേദമാർഗത്തെ നിങ്ങൾ ദുഷിച്ചുവോ ഈ വേദമാർഗം തന്നെയാകുന്നു ലോകക്ഷേമകരവും സനാതനവുമായ മംഗളകർമ്മം. അധികാരികളുടെ താരതമ്യമനുസരിച്ച് സകാമ നിഷ്കാമ കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നവർക്കെല്ലാം ക്രമത്തിൽ സ്വർഗാദി ലോകങ്ങളെയും ക്രമമുക്തിയെയും പ്രാപിക്കാം. ഈ മാർഗത്തെ ഉപദേശിച്ചിരിക്കുന്ന ആദിഗുരു സാക്ഷാൽ മായാദിനാഥനും ഭക്തന്മാരുടെ മായാബാധയെ തീർക്കുന്നവനുമായ ശ്രീ വാസുദേവനാകുന്നു. തദ്ബ്രഹ്മ പരമം ശുദ്ധം സദാം വർമ്മ സനാതനം വിഗർഹ്യയാതപാകണ്ഡം ദൈവം വോ യത്ര ഭൂതരാട്. വേദത്താൽ നിശ്ചിതമായ ആ മാർഗം സർവപ്രമാണങ്ങളിൽ വെച്ചും ഉത്കൃഷ്ടവും വഞ്ചനാദികളായ യാതൊരു ദോഷങ്ങളുടെയും പ്രസംഗം പോലും ഇല്ലാത്തതാകയാൽ പരിശുദ്ധവും അതിനാൽ വിവേകികളായ സജ്ജനങ്ങൾ ഏതുകാലത്തും സ്വീകരിക്കുന്നതുമാകുന്ന ആ മാർഗത്തെ നിന്ദിച്ച നിങ്ങൾ പാകണ്ഡമാർഗത്തെ പ്രാപിക്കുവിൻ. അതിൽ നിങ്ങൾ ഭൂതപ്രേതാദികളായ തമോഗുണ പ്രധാനികളുടെ നാഥനായ കാലഭൈരവനെ ആരാധിക്കുവിൻ. ശ്രീരുദ്രന് യത്നത്തിൽ ഭാഗാർഹത ഇല്ലാതെയാകട്ടെ എന്നുള്ള ദക്ഷശാപം ശിവപ്രസാദത്താൽ നിർമ്മലാന്തകരണനായ ദക്ഷൻ തന്നെ പിന്നെ ശിവനെ പ്രസാദിപ്പിക്കുവാനായി നടത്തിയ യാഗത്തിൽ ശ്രീ ശിവനായി ഭാഗം നൽകിയതോടുകൂടെ ആ ശാപത്തിന് നിവൃത്തിയുണ്ടായെന്ന് വിവരിക്കും. മൃഗദത്ത ശാപമാകട്ടെ വേദവിരുദ്ധമായ തന്ത്രാരാധനകളെയും വ്രതങ്ങളെയും അനുസരിക്കുന്ന ദ്വിജന്മാരെ ബാധിക്കുന്നതല്ലാതെ വേദോക്ത വിധിയെ അനുസരിച്ച് ശിവഭജനം ചെയ്യുന്നവർക്ക് സംബന്ധിക്കുന്നതല്ല. വേദത്തിൽ വിധിച്ചതിന് വിരോധമായിട്ട് ഭൂതദ്രോഹത്തിനായി ഭൈരവാദി ഘോരമൂർത്തികളെ ഭജിക്കുന്നവർ എന്നും സംസാര സങ്കടങ്ങളെയും നരകക്ലേശങ്ങളെയും അനുഭവിക്കാനുള്ളവരാകയാൽ ഭൃഗുദത്ത ശാപത്തിന് നിവൃത്തിയില്ലെന്നും ധരിക്കണം. മൈത്രേയോവാച തസ്യൈവം വദത ശാപം ഭൃഗോസ്സ ഭഗവാൻ ഭവഃ നിശ്ചക്രാമ തദ കിഞ്ചിത് വിമന ഇവസാനുഗഃ. മൈത്രേയർ പറഞ്ഞു, ഇപ്രകാരം ഭൃഗുമഹർഷി ശാപവാക്കുകളെ പറഞ്ഞ ഉടനെ ജ്ഞാനാദികളായ 6 ഗുണങ്ങളും തികഞ്ഞിരിക്കുന്ന ശ്രീശിവൻ മനസ്സിന് അല്പം സുഖമില്ലാത്തവനെന്ന ഭാവത്തിൽ അവിടെ നിന്ന് പരിവാരത്തോടുകൂടെ പോയി. ജീവന്മാരുടെ നാനാവിധ വാസനകളെ അനുസരിച്ചുള്ള ആരാധനക്രമങ്ങളും ലോകത്തിൽ ആവശ്യമാകയാൽ തന്ത്രങ്ങളെ വെളിപ്പെടുത്തിയിരിക്കുന്ന ശ്രീശിവന് ഭൃഗുവചനം വാസ്തവത്തിൽ സമ്മതം തന്നെ. ജീവന്മാരുടെ ഉച്ചനീചഗതിക്കുള്ള മാർഗങ്ങളെല്ലാം ഈശ്വരനിഷ്ഠമായിരിക്കുന്നതാകയാൽ ശിവപ്രേരിതനായിട്ട് തന്നെ ഭൃഗുവിൻ്റെ ശാപവും ഉണ്ടായിട്ടുള്ളത്. ജീവാനുഗ്രഹ തൽപരനായ ഭഗവാൻ എല്ലാറ്റിനും ഉദാസീനനുമാകയാൽ സ്വസങ്കല്പം സിദ്ധമായതിനാൽ ഉദാസീനഭാവത്തിൽ സദസ്സിൽ നിന്ന് പോവുകയും ചെയ്തു. തേബി വിശ്വസൃജ സത്രം സഹസ്രപരിവത്സരാൻ സംവിധായ മഹേശ്വാസ യത്രേജ്യ ഋഷഭോ ഹരിഃ ആപ്ലുത്യാവഭൃതം യത്ര ഗംഗായമുനയാന്വിത വിരജേനാത്മനാ സർവേ സ്വം സ്വം ധാമയയുസ്തതഃ. ഹേ വീരനായ വിതുര, സർവോത്കൃഷ്ടനായ ശ്രീഹരിയെ ഏതൊരു സത്രത്തിൽ ലോകാഭിവൃദ്ധിക്കായി ഒരുങ്ങിയിരിക്കുന്ന മരീച്യാദി പ്രജാപതികൾ പൂജിച്ചിരുന്നുവോ ആ സത്രത്തിൽ സംഭവിക്കുന്ന വിഘ്നങ്ങൾക്കെല്ലാം നിവൃത്തിയെ ആ ഭഗവാൻ തന്നെ വരുത്തുന്നു. അതിനാൽ മരീച്യാദികൾ 1000 പരിവത്സരം കൊണ്ട് സാധ്യമായ ആ സത്രത്തെ വേണ്ടതുപോലെ നടത്തിയ ശേഷം ഗംഗാനദി യമുനാ നദിയോട് ചേർന്നിരിക്കുന്ന സ്ഥാനമായ പ്രയാഗയിൽ അവഭൃത സ്നാനം ചെയ്ത ശേഷം സംതൃപ്തിയെയും പരിശുദ്ധിയെയും പ്രാപിച്ചിരിക്കുന്ന മനസ്സോടുകൂടെ അവരവരുടെ സ്ഥാനത്തെ പ്രാപിക്കുകയും ചെയ്തു.